പക്ഷെ ഞാനിപ്പോൾ അടുത്തൊരു കല്യാണത്തിന് പോയപ്പോൾ റിസപ്ഷന് പോയതായിരുന്നു. കുറേ ആളുകൾ എന്ന് വെച്ചാൽ ഒരു 2000 3000 4000 ആളെ വിളിച്ചൊരു റിസപ്ഷനായിരുന്നു അത്. ആ ബുഫേ നടക്കുന്ന സ്ഥലത്ത് ഒരു സൂചി കുത്താനിടല്ല, അല്ലെങ്കിൽ പൂഴിയിട്ട നിലത്ത് വീഴില്ല. അത്രയും തിരക്കാണ്. ആളുകൾ ഫുഡിന് വേണ്ടിയിട്ട് അവിടെ കിടന്ന് തിക്കി തിരക്കാണ്. കാരണം ഒരു സമയക്രമമൊന്നുമില്ല. നമ്മൾ ചെല്ലുന്നു, നമ്മൾ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം 5 മണി 6 മണിയൊക്കെ സമയത്താണ് ഈ റിസപ്ഷന് ചെല്ലുന്നത് വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടെ ആ സമയത്ത് അവിടെ കിടന്ന് തിക്കി തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളത് കഴിക്കാൻ വേണ്ടി വാങ്ങുന്നു. പിന്നെ നമുക്ക് ഇരിക്കാൻ അവിടെ ഹാളിലൊന്നും സ്ഥലമില്ല. ഹാള് വെറുതെ വിശാലമായിട്ട് കിടക്കുന്നു. നമ്മൾ ആ ഫുഡ് വാങ്ങുന്നു. നമ്മൾ എവിടെയെങ്കിലും നിന്ന് പ്ലേറ്റിൽ കയ്യിൽ പിടിച്ചിട്ട് ഈ ഫുഡ് കഴിക്കുന്നു. അതാണ് ആ രീതി. ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് ഭയങ്കര തിരക്ക്. നമ്മൾ അവിടെ കിടന്ന് തിക്കി തിരക്കുന്നു. എന്നിട്ട് ഫുഡ് വാങ്ങുന്നു. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും നിൽക്കാൻ സ്ഥലം നോക്കുന്നു. കുറച്ച് സ്ഥലത്തൊക്കെ മേശയും കസേരയും ഇട്ടിട്ടുണ്ടായിരിക്കും. അതിലൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ അത്രയും ആളുകൾ മാത്രമായിരിക്കില്ല. കുറേ ആളുകൾ ഫുഡ് വാങ്ങുകയാണ്. അവരൊക്കെ ഓരോ സ്ഥലത്ത് നിന്ന് കഴിക്കുന്നു. ചിലർ ഇരുന്ന് കഴിക്കുന്നു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിന്ന് കഴിക്കുന്നവർക്ക് ഗ്ലാസ്സിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ വെള്ളവും ഗ്ലാസും പിന്നെ രണ്ടും കൂടെ രണ്ട് കയ്യിലും പിടിക്കും. പിന്നെ നമുക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ വെള്ളം എവിടെയെങ്കിലും വെക്കണം. വെക്കാൻ സ്ഥലമില്ല. പിന്നെ വെള്ളം നമ്മൾ ചിലപ്പോൾ പ്ലേറ്റിൽ വെക്കുന്നു. ചിലപ്പോൾ തിക്കി തിരക്കി അതിന്റെ ഇടയിൽ നടന്നു വരുമ്പോൾ വെള്ളം തട്ടിമറിഞ്ഞു പോകുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇനി നമ്മൾ അഥവാ നമുക്കൊരു സീറ്റ് കിട്ടി, ഇരിക്കാനൊരു സീറ്റ് കിട്ടിയെന്ന് വെക്കുക. നമ്മൾ ആ സീറ്റിൽ വന്നിട്ട് ഇരിക്കും. ഇരുന്ന് കഴിയുമ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും നമുക്ക് ഈ ഗ്ലാസ് വെക്കാൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. മേശ ഇട്ടിട്ടുണ്ടാവില്ല. ഇനി മേശ ഉണ്ട് വെച്ചാൽ ഓക്കെ, നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ രണ്ടാമത് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ആരും അവിടെ കൊണ്ടുവന്ന് വിളമ്പി തരുന്നില്ല. വീണ്ടും നമ്മൾ ഈ ബുഫേയിൽ പോകണം. ചിലപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അതിൻ്റെ ഉള്ളിൽ തിക്കി തിരക്കാണ്. ചിലപ്പോൾ ക്യൂ ഉണ്ടായിരിക്കും. വീണ്ടും ക്യൂവിൽ നിൽക്കണം. എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് വീണ്ടും ഫുഡ് വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും നമ്മളെ സീറ്റിൽ ആരെങ്കിലും ചാടി കയറി ഇരുന്നിട്ടുണ്ടാവും. നമുക്ക് സീറ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് 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 ഫുഡ് കഴിക്കണം. ഇത് പോട്ടെ, നമ്മൾ രണ്ടാമത് വാങ്ങാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഈ എച്ചിൽ പാത്രം കൊണ്ട് ആളുകളുടെ ഇടയിൽ തിക്കി തിരക്കി അവരുടെ മുടിയും പ്ലേറ്റിലായി അവരുടെ ദേഹത്ത് ഫുഡും ആക്കി കൊടുത്തു വേണം നമ്മൾ രണ്ടാമത് ഈ ഫുഡ് വാങ്ങാൻ വേണ്ടി പോകാനായിട്ട്. എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കൂ.